ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, ഫെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. ചായം ചിഹ്നം ശലഭം സമയാസൻ മായിക ലോകത്തിൽ നിന്നും വരൂ. ഈ ഭൂവിൽ 1000 വർണ്ണങ്ങൾ തൂകുവാനായി തെളിയും മഴവിൽ Samiya's Wedding Arcade, SBT Building, Velakudi, Kunnikode. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ അനിൽ പന്തപ്ലാവ്. പ്രധാന വാർത്തകൾ. പത്തനാപുരം പാടം നിവാസികളെ പരിഭ്രാന്തിയിലാക്കിയ പുലി ഒടുവിൽ കുടുങ്ങി. വനപാലകർ സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. പുനലൂർ SN കോളേജിന് സമീപം പുല്ലിനു തീപിടിച്ചു. 1/2 ഏക്കറോളം സ്ഥലത്തെ പുല്ല് കത്തി നശിച്ചു. ഇടപ്പാളയം റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് അടിപ്പാതയോ മേൽപ്പാലമോ നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. വാർത്തകൾ വിശദമായി. പാടം മേഖലയെ പരിഭ്രാന്തിയിലാക്കിയ പുലി ഒടുവിൽ കുടുങ്ങി. വനപാലകർ സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. 2 ആഴ്ച മുമ്പാണ് വനപാലകർ പുലിയെ പിടികൂടാനായി ഇവിടെ കൂട് സ്ഥാപിച്ചത്. കൂടിന് സമീപം പട്ടിയെയും കെട്ടിയിട്ടു. തിങ്കളാഴ്ച പുലർച്ചെയാണ് പുലി കൂടിനുള്ളിൽ അകപ്പെട്ടത്. 1.5 മാസത്തോളമായി പ്രദേശം പുലിപ്പേടിയിലായിരുന്നു. വീട്ടിൽ വളർത്തിയിരുന്ന നായ്ക്കളെ പോലും പുലി ഭക്ഷണമാക്കുകയും ചെയ്തിരുന്നു. പ്രദേശവാസികളുടെ ഭീതി അകറ്റാനായി വനപാലകർ സ്ഥാപിച്ച കൂട്ടിൽ പുലി വീണതോടെ ആക്രമണകാരിയായ പുലിയെ കാണാൻ ജനങ്ങൾ കൂട്ടമായെത്തി. അമ്മേ അങ്ങോട്ട് പോട്ടെ, ബാക്കോട്ട് പോട്ടെ. മുടി അഴിച്ചു വിടാൻ പോവാ. ഈ കുട്ടി പട്ടിയെ കെട്ടി പറയട്ടെ. 9 ആ ലോകം തലശ്ശേരി സെക്ഷൻ അതിർത്തിയിൽ ഇരുട്ടുതറ ഭാഗത്ത് ഇങ്ങനെ നാട്ടിൽ ഒരു പുലിശല്യം ഉണ്ടെന്നൊരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ വനംവകുപ്പിൽ നിന്ന് കൂട് സ്ഥാപിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂട് സ്ഥാപിച്ച് ഇവിടെ ഒരാഴ്ചക്കകത്തുള്ള ഇതുകൊണ്ട് അകപ്പെട്ടതാണ്.
ഇന്നലെ രാത്രിയിൽ 2 മണിക്കാണ് ഈ കൂട്ടിൽ, ഇന്ന് വെളുപ്പിനെ 2 മണിക്കാണ് ഇനി ഇതിനെ ചൈക്കടി വന്യജീവി സങ്കേതത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ വൈൽഡ് ലൈഫ് വാർഡിൻ്റെ നിർദ്ദേശം കിട്ടുന്നതനുസരിച്ച് ഇതിനെ നടത്തിക്കൊണ്ടുപോകും. ഏകദേശം എത്ര വയസ്സ് പറഞ്ഞു? ഇതിന് ഒരു ഏകദേശം ഒരു 8 വയസ്സ് പ്രായം. നിലവിൽ ഈ പുലിയുടെ ശല്യം കൊണ്ട് ഈ ഭാഗത്ത് അവസ്ഥ ഇത് ഇവിടെ ഇവിടെയൊക്കെ വീടുകളിൽ പട്ടിയെ പിടിച്ചുകൊണ്ട് പോകുന്നതായിട്ടുള്ള ആണ് ആദ്യമേ ഇവിടെ വന്നത്. 1-2 പട്ടികളെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അതിന്റെ ബേസിലാണ് തിങ്കളാഴ്ച രാവിലെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ CK ജോൺസന്റെ നേതൃത്വത്തിൽ വനപാലകരെത്തി പുലിയെ അച്ചൻകോവിൽ കാനയാർ വനമേഖലയിൽ തുറന്നുവിടുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അഞ്ചൽ ആലഞ്ചേരി ജംഗ്ഷനിൽ 3 വാഹനങ്ങൾ കൂട്ടിമുട്ടി, ആർക്കും പരിക്കില്ല. ഏരൂരിൽ നിന്നും അഞ്ചലിലേക്ക് പോവുകയായിരുന്ന കാർ റോഡ് ക്രോസ് ചെയ്ത യാത്രക്കാരന് കടന്നു പോകുന്നതിനായി സൈഡിൽ നിർത്തിയിട്ടു. അതിന് പിന്നാലെ വരികയായിരുന്ന ഓട്ടോയും അവിടെ തന്നെ ചവിട്ടി നിർത്തി. എന്നാൽ പിന്നീട് അഞ്ചലിലേക്ക് പരീക്ഷാ ചോദ്യപേപ്പറുമായി പോവുകയായിരുന്ന കേരള യൂണിവേഴ്സിറ്റിയുടെ വാൻ ഓട്ടോയുടെ പിന്നിലിടിക്കുകയും ഓട്ടോ മുന്നിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളിൽ ഇടിക്കുകയുമായിരുന്നു. കാറിലും ഓട്ടോയിലും യാത്രക്കാർ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല. 3 വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഏരൂർ SI അനിൽകുമാറും സംഘവും സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പത്തനാപുരം അരുവിത്തറ ഗ്രാമത്തിന്റെ ഹൃദയം കവർന്ന റാണി എന്ന തെരുവുനായ മരണത്തിന് കീഴടങ്ങി. റാണിയുടെ മരണം നാടിനെ ദുഃഖത്തിലാഴ്ത്തി. ഒരിക്കലും മറക്കാനാകാത്ത ഒരുപിടി നല്ല ഓർമ്മകൾ ഗ്രാമവാസികൾക്ക് സമ്മാനിച്ചുകൊണ്ടാണ് ആ വിയോഗം. പത്തനാപുരം അരുവിത്തറയിലെ കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ പ്രിയങ്കരിയായിരുന്നു റാണി. 14 വർഷം മുമ്പ് വഴിയോരത്തെ ഇലവുമരച്ചുവട്ടിൽ ആരോ ഉപേക്ഷിച്ചു പോവുകയായിരുന്നു റാണിയെ. വിശന്നു കരഞ്ഞ നായക്കുട്ടിക്ക് സമീപത്തെ കച്ചവടക്കാർ ഭക്ഷണം നൽകി. അവർ അവൾക്ക് റാണി എന്ന ഓമനപ്പേര് നൽകി. അന്നു മുതൽ അവൾ അരുവിത്തറയുടെ കാവലാളായി. പേരുപോലെ തന്നെ ഗ്രാമവാസികൾ റാണിയെപ്പോലെ വളർത്തുകയും ചെയ്തു. അരുവിത്തറയിലെ ഓരോ വീടുകളിലെയും വരാന്തകളിലായിരുന്നു റാണിയുടെ വിശ്രമം. വീടുകളിലെ മുറികളിൽ പോലും കയറി ചെല്ലാൻ റാണിക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. 7 വർഷം മുമ്പ് 2 റബ്ബർ ഷീറ്റ് മോഷ്ടാക്കളെ പിടികൂടാൻ സഹായിച്ച റാണി നാടിന്റെ അഭിമാനമായി. അതോടെ പോലീസിന്റെയും കോടതിയുടെയും രേഖകളിൽ റാണിയുടെ പേര് രേഖപ്പെടുത്തി. കമൂഞ്ചേരിയിലെ ഒരു സഹകരണ സംഘത്തിൽ നിന്നും അപഹരിച്ച റബ്ബർ ഷീറ്റുമായി വന്ന മോഷ്ടാക്കൾ അരുവിത്തറയിൽ റാണിയുടെ മുന്നിൽ അകപ്പെട്ടു. റബ്ബർ ഷീറ്റ് ഉപേക്ഷിച്ച് കടന്നുകളയാൻ ശ്രമിച്ച മോഷ്ടാക്കളെ കുരച്ച് ശബ്ദമുണ്ടാക്കി ഗ്രാമവാസികളെ ഉണർത്തിച്ച് പിടികൂടുകയായിരുന്നു. ഇങ്ങനെ നിരവധി കഥകളുണ്ട് റാണിയുടെ പേരിൽ. റാണി എന്നല്ലാതെ പട്ടിയെന്നോ നായയെന്നോ പോലും ഇവർ ഇവളെ വിളിച്ചിട്ടില്ല. ഇടത് ചെവിയുടെ പിറകിലുണ്ടായിരുന്ന മുറിവ് മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു. നാട്ടുകാർ ചികിത്സ നൽകിയെങ്കിലും ഫലം കണ്ടില്ല. 14 വർഷം മുമ്പ് അരുവിത്തറയിലെ ഗ്രാമവാസികൾ ആദ്യമായി കണ്ട ഇലവുമരത്തിന്റെ ചുവട്ടിലായിരുന്നു റാണി മരണപ്പെട്ട് കിടന്നതും. തങ്ങളുടെ പ്രിയപ്പെട്ടവളുടെ വിയോഗത്തിൽ അരുവിത്തറ ഗ്രാമവാസികൾ ദുഃഖത്തിലാണ്. ഭയങ്കര വിഷമമാണ്. ഞങ്ങളുടെ എല്ലാം ആയിരുന്നു റാണി. പിന്നെ ഞങ്ങളുടെ അരിത്തറയിലെ ഞങ്ങളിലെല്ലാം ഒരു കുടുംബത്തിലൊരു അംഗത്തിനെ പോലെ ഞങ്ങൾ നോക്കിക്കൊണ്ട് നടന്നായിരുന്നു. ഒരു അറിയാത്ത ഒരു മനുഷ്യർ ഇതിലെ കൂടെ വന്നാലെ കൊണ്ട് അന്നേരത്തെ കുറച്ച് നാട്ടിലുള്ളവരെ മൊത്തം അറിയിപ്പിച്ച് അന്നേരത്തെ ആളുകളും വന്ന് എല്ലാ കാര്യത്തിനും ഒരു അന്യടത്തുനിന്ന് ഒരു പട്ടി വന്നാലെ കൊണ്ട് അവൾ അന്നേരത്തെ കുറച്ച് എല്ലാവരെയും അറിയിപ്പിക്കുമായിരുന്നു. സ്നേഹം എന്ന് പറഞ്ഞാൽ മക്കളെ പോലെ റാണി എന്നാണ് പേരിട്ടതും അന്നുകൊണ്ട് റാണിയായിട്ട് തന്നെയാണ് ഇവിടെ എല്ലാവരും സത്യമുക്കിനും കവുങ്ങഞ്ചേരി അരുവിത്തറ എല്ലാ ഇടങ്ങളിലും റാണിയുടെ വിയോഗത്തിൽ പൊട്ടിക്കരയുന്ന അമ്മമാരെയും ഇവിടെ കണ്ടു. പ്രാർത്ഥനാനിരതമായ അന്ത്യോപചാരമാണ് റാണിക്ക് നൽകിയത്. 22-ന് റാണിയുടെ അടിയന്തര ചടങ്ങുകളും നടത്തും. നാടെങ്ങും മനുഷ്യനോടുള്ള തെരുവുനായ്ക്കളുടെ ആക്രമണം പതിവാകുമ്പോൾ ഇവിടെ ഒരു നാട് മുഴുവൻ ഒരു നായയുടെ മരണത്തിൽ വിതുമ്പുകയാണ്. പ്രദീപ് ഗുരുകുലം, ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ SN കോളേജിന് സമീപം പുല്ലിന് തീപിടിച്ചു. 1/2 ഏക്കറോളം സ്ഥലത്തെ പുല്ലാണ് കത്തി നശിച്ചത്.
കനത്ത ചൂടിൽ 1/2 ഏക്കറോളം സ്ഥലത്തെ പുല്ലാണ് കത്തി നശിച്ചത്. തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണിയോടെയായിരുന്നു സംഭവം. ഉണങ്ങി നിന്ന പുല്ലുകൾ തീപിടുത്തത്തിൽ പൂർണ്ണമായും കത്തി. പുനലൂരിൽ നിന്ന് 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. വേനൽക്കാലത്ത് ഈ ഭാഗത്ത് സ്ഥിരമായി പുല്ലുകൾക്ക് തീപിടിക്കാറുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ആൻസി കാറ്ററിംഗ് സർവീസ്, മഞ്ഞവൻകര, പുനലൂർ. സദ്യ, ബിരിയാണി, ഫ്രൈഡ് റൈസ് തുടങ്ങി എല്ലാവിധ കാറ്ററിംഗ് സർവീസുകളും ഉത്തരവാദിത്വത്തോടെ ചെയ്ത് നൽകപ്പെടുന്നു. കൂടാതെ വിവാഹ സംബന്ധമായ മേശ, കസേര, പന്തൽ വർക്കുകൾ, അലങ്കാരങ്ങൾ എന്നിവയും ആൻസി കാറ്ററിംഗ് സർവീസിൽ നിന്നും ഉത്തരവാദിത്വത്തോടെ ചെയ്ത് നൽകപ്പെടുന്നു. ആൻസി കാറ്ററിംഗ് സർവീസ്, മഞ്ഞവൻകാല, പുനലൂർ. ഫോൺ 9388709485. സ്വർണം വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങും. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. എനിക്ക് നേരിട്ട് അറിയാവുന്നതാ ഇടിമണ്ണിക്കൽ സ്വർണത്തിന്റെ മഹിമ. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണ്ണിക്കൽ സ്വർണം തന്നെ വാങ്ങും. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ട്രഡീഷണൽ ആൻഡ് ട്രെൻഡി ഡിസൈൻസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. കഴിഞ്ഞ 32 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ദേവി ഇലക്ട്രിക്കൽ ഏജൻസീസിന്റെ ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ് ഡിവിഷന്റെ നവീകരിച്ച ഷോറൂം. 25,000 സ്ക്വയർ ഫീറ്റിൽ വിസ്തൃതമായ ടൈൽസ്, ഗ്രാനൈറ്റ്, സാനിറ്ററി വെയർ, പ്ലംബിംഗ് ഐറ്റംസ് എന്നിവയുടെ ഡിസ്പ്ലേ. ദേവി ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്സ്, പെട്രോൾ പമ്പിന് എതിർവശം, MC റോഡ്, ഏനാർ. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. നോക്കട്ടെ. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. കുറുമ്പേലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, മിക്സികൾ, ഗ്രൈൻഡറുകൾ, ഗ്യാസ് സ്റ്റവുകൾ, ഇൻഡക്ഷൻ കുക്കറുകൾ, അയൺ ബോക്സുകൾ, തയ്യൽ മെഷീനുകൾ, ഹോം തിയേറ്ററുകൾ, ലാപ്ടോപ്പ്, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ തുടങ്ങി ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, സ്പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പേലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. അഞ്ചൽ അഗസ്ത്യക്കോട് മഹാദേവ ക്ഷേത്രത്തിൽ മഹാപുഷ്പാഭിഷേകം നടന്നു. 100 കണക്കിന് ഭക്തജനങ്ങളാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത്. അഞ്ചൽ അഗസ്ത്യക്കോട് മഹേശ്വര സേവാ സമിതിയുടെ നേതൃത്വത്തിലാണ് അഗസ്ത്യക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മഹാമൃത്യുഞ്ജയ ഹോമവും മഹാപുഷ്പാഭിഷേകവും നടന്നത്. കഴിഞ്ഞ 6 വർഷമായി മുടക്കമില്ലാതെ നടക്കുന്ന ചടങ്ങാണിത്. നാട്ടിലെ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കൂട്ടായ്മയാണ് മഹേശ്വര സേവാ സമിതി. ക്ഷേത്രത്തിൽ രാവിലെ പള്ളി ഉണർത്തലിനും നിർമാല്യ ദർശനത്തിനും ശേഷം വിശേഷാൽ അഭിഷേകവും ധാരയും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും നടന്നു. ക്ഷേത്രതന്ത്രി ഭാനു ഭണ്ഡാരത്തലിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് മഹാമൃത്യുഞ്ജയ ഹോമം നടന്നത്. സോപാന സംഗീതത്തിന്റെ അകമ്പടിയോടെ ശ്രീ മഹാദേവനും പാർവതീദേവിക്കും, ശ്രീ മഹാവിഷ്ണുവിനും, ശ്രീ ദുർഗാദേവിക്കും, ധർമ്മശാസ്താവിനും മഹാപുഷ്പാഭിഷേകവും ദീപാരാധനയും നടന്നു. 100 കണക്കിന് ഭക്തരാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഇടപ്പാളയം റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് അടിപ്പാതയോ മേൽപ്പാലമോ നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത്. സ്റ്റേഷൻ എതിർവശത്തായി താമസിക്കുന്ന 50ഓളം കുടുംബങ്ങളാണ് പ്രതിഷേധവുമായി രംഗത്തു വന്നിരിക്കുന്നത്. ഇടപ്പാളയം റെയിൽവേ സ്റ്റേഷന്റെ പണികൾ പൂർത്തിയായാൽ മേൽപ്പാലം നിർമ്മിക്കുമെന്ന് റെയിൽവേ അറിയിച്ചിരുന്നതായും മറ്റു സ്ഥലങ്ങളിലെല്ലാം മേൽപ്പാലം പണികൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഇടപ്പാളയത്തെ മേൽപ്പാലം പണികൾ തുടങ്ങാത്തതുമാണ് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് ഇടയാക്കിയത്. ഇതിനായി ഞായറാഴ്ച പ്രദേശത്തെ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും നാട്ടുകാരും യോഗം ചേരുകയും റെയിൽവേക്ക് പരാതി നൽകാൻ തീരുമാനിക്കുകയും ചെയ്തു. 50 വീടുകൾ
വീടുകളിലായി 100-ൽ-പരം ആളുകൾ താമസിക്കുന്ന പ്രദേശത്ത് റെയിൽപാത മുറിച്ചു കടക്കാൻ നിലവിലെ സാഹചര്യത്തിൽ പ്ലാറ്റ്ഫോമിൽ നിന്നും താഴ്ചയിലേക്ക് ഇറങ്ങി കയറേണ്ടതുണ്ട്. സ്കൂൾ കുട്ടികളും പ്രായമായ ആളുകളും ഒക്കെ നിലവിൽ മണ്ണിട്ട് ഉയർത്തിയ പ്ലാറ്റ്ഫോമിലൂടെ ബുദ്ധിമുട്ടിയാണ് കടന്നുപോകുന്നത്. ഇതുകൂടാതെ ദേശീയപാതയിൽ നിന്നും സ്റ്റേഷനിലേക്ക് എത്താൻ റോഡും നിർമ്മിച്ചിട്ടില്ല. പ്രശ്നത്തിൽ MP അടക്കമുള്ളവർ ഉടൻ ഇടപെട്ട് റെയിൽവേ നൽകിയ വാഗ്ദാനം നടപ്പിലാക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർക്കുള്ളത്. എന്നാൽ മേൽപ്പാലം നിർമ്മിക്കാൻ 1 കോടിയിലേറെ രൂപ ചിലവ് വരും. ഇടപ്പാളയത്തും മേൽപ്പാല നിർമ്മാണം റെയിൽവേയുടെ ആലോചനയിൽ ഇല്ലെന്നുമാണ് സൂചന ലഭിക്കുന്നത്. ഞങ്ങൾ ഈ ഏരിയയിലാണ് 50 വീട്ടുകാരുണ്ട്. ഒരു പ്രായമായ ഒരു അമ്മയോ അല്ലെങ്കിൽ ചെറുപ്പക്കാരായാലും എന്തെങ്കിലും ഒരു അപകടം പറ്റി എടുത്തുകൊണ്ട് പോകാൻ പോലും ഇപ്പൊ ട്രെയിൻ ഓടിക്കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് എങ്ങനെ പോകുമെന്ന് പോലും അറിയത്തില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു വഴിയുടെ ഒരു സംവിധാനം ഉണ്ടാക്കി തരണം. ജനപ്രതിനിധികളായിട്ട് ഇന്നലെ ഒരു ചർച്ച ഇവിടെ ഉണ്ടായിരുന്നു. അവർ പറയുന്നത് ഈ മേൽപ്പാലത്തിന് 1.5 കോടി രൂപ എങ്ങാണ്ട് ചിലവാകും. അപ്പൊ അത് അതിനെക്കുറിച്ചും ചർച്ച ഒന്നും ആയില്ല. ഇങ്ങനെ ഇന്നലെ തീരുമാനിച്ച അവർ മന്ത്രി ലെവലിൽ അപേക്ഷ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അതിനെക്കുറിച്ച് എന്തോന്നുള്ള ഒരു തീരുമാനവും ആയിട്ടില്ല. വഴി ഇവിടെ പ്രശ്നം ഇവിടെ വളരെ രൂക്ഷമായിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരാളിവിടെ വീണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത് 2-3 പേര് ചേർന്ന് എടുത്തുകൊണ്ടൊക്കെയാണ് വീട്ടിലോട്ടൊക്കെ കൊണ്ടുപോയത്. അപ്പോൾ ആർക്കൊരു പ്രയാസം ഉണ്ടായാലും അവരെ കൊണ്ടുപോകാനും കൊണ്ടുവരാനൊക്കെയുള്ള വളരെ പ്രയാസങ്ങളുണ്ട്. അതൊരു വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട്, അത് വേറെ വിഷയങ്ങളാണ്. അപ്പം എത്രയും പെട്ടെന്ന് സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഇവിടെ തന്നെ വെള്ളം ഈ മണ്ണൊക്കെ ഇവിടെ ഇട്ട് അതുകൊണ്ട് വളരെ വളരെ കാരണം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നിലയിലുള്ള ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും വീടുകളുണ്ട്. അപ്പോൾ ഇവർക്ക് ഏക ഒരു വഴി എന്ന് പറഞ്ഞ് വേറെ വഴിയില്ല. കാരണം മെയിൻ റോഡിലോട്ട് ഇറങ്ങാനുള്ള ഏക വഴി എന്ന് പറയുന്നത് ഈ ഒരു വഴിയാണ്. വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, പണ്ട് മുതലേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വഴിയാണ്. ഇത് ഇന്നലെ ഉണ്ടായതല്ല. ദീർഘവർഷങ്ങളായിട്ട് ഇവിടെ ഉപയോഗിക്കുന്ന വഴിയാണ്. ന്യൂസ് ബ്യൂറോ, തെന്മല. പുനലൂർ KSRTC ഡിപ്പോയുടെ നവീകരണം ഉടൻ പൂർത്തിയാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. അധികൃതർ നിർദ്ദേശിച്ചിട്ടും പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ല. KSRTC ഡിപ്പോയിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തത് ഡിപ്പോ വികസനത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഡിപ്പോയിലെ പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കി ഡിപ്പോയുടെ വിസ്തൃതി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ LDF സർക്കാരിന്റെ ഭരണകാലത്തെ പുനലൂർ നഗരസഭയുടെ പ്ലാൻ ഫണ്ടിൽ നിന്നും ഡിപ്പോ വികസനത്തിനായി 2 കോടി രൂപയാണ് അനുവദിച്ചിരുന്നത്. എന്നാൽ ഫലപ്രദമായ രീതിയിൽ ഡിപ്പോ നവീകരിക്കാൻ ബന്ധപ്പെട്ടവർക്ക് കഴിഞ്ഞില്ല. കഴിഞ്ഞ മാസം KSRTC ഉന്നത ഉദ്യോഗസ്ഥരെത്തി ഡിപ്പോ നവീകരണം സംബന്ധിച്ച വിശദമായ പരിശോധനകൾ നടത്തി. പഴയ കെട്ടിടങ്ങൾ അടിയന്തരമായി പൊളിച്ചു നീക്കണമെന്ന് നിർദ്ദേശവും നൽകി. എന്നാൽ ബന്ധപ്പെട്ടവർ ഇക്കാര്യത്തിൽ ഉണർന്നു പ്രവർത്തിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുറെ പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയതല്ലാതെ ഡിപ്പോയുടെ വിസ്തൃതി വർദ്ധിപ്പിക്കാൻ ഉതകുന്ന തരത്തിൽ യാതൊരു പ്രവർത്തനവും നടത്തിയില്ല. ഇത് പ്രതിഷേധത്തിനും ഇടയാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോടുകൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. വിശ്വസ്തയുടെ 24 വർഷങ്ങൾ. P. ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം P. ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. രേവതി ഫർണിച്ചർ, അഗസ്തിക്കോട്, അഞ്ചൽ. ഫോൺ 0475 2273 634. മനോഹരവും ഉറപ്പുള്ളതുമായ ഫർണിച്ചറുകൾ സ്വന്തം പണിശാലയിൽ മാത്രം നിർമ്മിച്ചു നൽകുന്നു. തേക്ക്, ഈട്ടി മുതലായ തടികളിൽ നിർമ്മിച്ച ഫർണിച്ചറുകൾ മിതമായ വിലയ്ക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ. രേവതി ഫർണിച്ചർ, അഗസ്തിക്കോട്, അഞ്ചൽ.
ഞങ്ങളുടെ സഹോദര സ്ഥാപനം രേവതി സാമിൽ ആൻഡ് ടിംബർ വർക്ക്സ് ഗുരുക്ഷേത്രത്തിന് സമീപം അഗസ്ത്യക്കോട് അഞ്ചൽ. എല്ലാവിധ തടികളും ഉരുപ്പിടികളും മൊത്തമായും ചില്ലറയായും മിതമായ വിലയിൽ ലഭിക്കുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം രേവതി സാമിൽ ആൻഡ് ടിംബർ വർക്ക്സ് ഗുരുക്ഷേത്രത്തിന് സമീപം അഗസ്ത്യക്കോട് അഞ്ചൽ. ഹരിതഭംഗി ആസ്വദിച്ച് സഞ്ചാരികൾക്കും മടങ്ങാം. സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷനിലെ തോട്ടങ്ങളിലാണ് പ്രകൃതി മനോഹര കാഴ്ചകൾ ഒരുക്കി പ്രകൃതി കാത്തിരിക്കുന്നത്. വശ്യഭംഗിയിൽ കുടചൂടി നിൽക്കുന്ന ഈ പ്രദേശവും കാഴ്ചയും മൂന്നാറിൽ നിന്നോ കൊടൈക്കനാലിൽ നിന്നോ ഊട്ടിയിൽ നിന്നോ ഉള്ളതല്ല. പത്തനാപുരം താലൂക്കിൽ തന്നെ പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിൽപ്പെടുന്ന സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷന്റെ അധീനതയിലുള്ള മലയോര തോട്ടം മേഖലയിൽ നിന്നുള്ളതാണ്. ധാരാളം പണം മുടക്കി ഒരുപാട് ദൂരെ പ്രകൃതിയുടെ വശ്യസൗന്ദര്യം ആസ്വദിക്കാൻ പോകുന്നവർക്കായി ഹരിതാഭമായ ഈ പ്രദേശം പരിചയപ്പെടുത്തുന്നു. ഹരിതഭംഗിയിൽ കുടചൂടി നിൽക്കുന്ന SFCKയുടെ മാമലകൾ ടൂറിസത്തിന്റെ പട്ടികയിൽ സ്ഥാനം നേടിയാൽ അത് മലയോര നാടിന് ഏറെ പ്രയോജനകരമാകും. പച്ചപുതച്ച കുന്നുകളും താഴ്വരകളെ തഴുകിക്കടന്നു പോകുന്ന നീർച്ചാലുകളും കാട്ടരുവികളുമെല്ലാം കാണികളുടെ മനം കവരും. SFCKയുടെ അധീനതയിലുള്ള ഈ മേഖല മലയോര ടൂറിസത്തിന് ഏറെ അനുയോജ്യമാണ്. റബ്ബർ മേഖലയുടെ തകർച്ച മൂലം സാമ്പത്തികമായി ഏറെ പ്രയാസത്തിലായിരിക്കുന്ന സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷന്റെ മാനേജ്മെന്റ് മുൻകൈയെടുത്താൽ ഈ മേഖല മലയോര ടൂറിസത്തിന്റെ തലസ്ഥാനമായി മാറും. ഒപ്പം ടൂറിസത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനും കഴിയും. ഒപ്പം മലയോര നാടിന്റെ സാമൂഹ്യ സാമ്പത്തിക വികസനത്തിനും അത് ഏറെ പ്രയോജനപ്പെടും. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പത്തനാപുരം പാടം നിവാസികളെ പരിഭ്രാന്തിയിലാക്കിയ പുലി ഒടുവിൽ കുടുങ്ങി. വനപാലകർ സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. പുനലൂർ SN കോളേജിന് സമീപം പുല്ലിനു തീപിടിച്ചു. 1/2 ഏക്കറോളം സ്ഥലത്തെ പുല്ല് കത്തി നശിച്ചു. ഇടപ്പാളയം റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് അടിപ്പാതയോ മേൽപ്പാലമോ നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. ചാനൽ ലൈവ് ഒരുക്കുന്ന ക്ലാസിക്കൽ നൃത്ത റിയാലിറ്റി ഷോ വസന്തോത്സവം. ക്ലാസിക്കൽ നൃത്തത്തിൽ അഭിരുചിയുള്ള 17 വയസ്സ് വരെയുള്ള മത്സരാർത്ഥികൾക്ക് പങ്കെടുക്കാം. 2ാം ഘട്ട ഓഡിഷൻ പത്തനാപുരത്ത്. കൂടുതൽ വിവരങ്ങൾക്ക് 9446547555 9446521555.